ഞാനിപ്പം വിറക് സ്വീകരിച്ചു വരാം. രാഹ, നിന്നെ സഹായിക്കുവാൻ ഞാനും വരട്ടെ? നീ ക്ഷീണിതയല്ലേ? ഞാൻ വരുന്നത് വരെ നീ ഇപ്പം ചൂട് ആസ്വദിച്ചുകൊള്ളൂ. നീ പറഞ്ഞത് വളരെ ശരിയാണ്. നീയും ആ നസ്രായനായ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? നീ പറയുന്നത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അധികാരികളുടെ കഴിവുകളാണെന്നേ. ശരിയാണ്. നിയമം കൈയാളുന്നത് പുരോഹിത പ്രമാണികളും അതിന്റെ ഇരയാവുന്നത് നസ്രായനായ യേശുവിനെ പോലെയുള്ളവരും. രാജ്യത്ത് അക്രമം ഉണ്ടാക്കുന്നവർ സ്വതന്ത്രരാകുന്നു, നിഷ്കളങ്കരായിട്ടുള്ളവർ ക്രൂശിക്കപ്പെടുന്നു. ഞാൻ നിന്നെ യേശുവിന്റെ കൂടെ കണ്ടിട്ടുണ്ട്. നീ ഒരു ഗലീലക്കാരനല്ലേ? നിനക്ക് ആള് മാറിയതാകാം. ഞാൻ നീ വിചാരിക്കുന്ന ആളേ അല്ല. ഇവൻ അവരിൽ ഒരുവനാണ്. ഇവന്റെ സംസാര രീതിയിൽ പോലും അത് തെളിയിക്കുന്നു. നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടേയില്ല, കേട്ടുകേൾവി പോലുമില്ല എന്ന് ഞാൻ ആണയിട്ട് പറയുന്നു. എന്തൊരു നാശമാണിത്! അധികമൊന്നും പറയണ്ട. നീ നിശ്ചയമായും അവരിൽ ഒരാളാണ്. നീ കണ്ടോ അവന്റെ നോട്ടവും ഭാവവും? ഇവൻ യഥാർത്ഥത്തിൽ യേശുവിന്റെ ശിഷ്യനാണ്. ഇവനെങ്ങനെ യേശുവിന്റെ കൂടെ കണ്ടിട്ടുണ്ടെന്നേ? ഇവൻ ഇത്ര കഠിന ഹൃദയനാണോ? സ്വന്തം ഗുരുവിനെ തള്ളിപ്പറയുവാൻ ഇവൻ എങ്ങനെ കഴിയുന്നു? എല്ലാവരും നിന്നിൽ നിന്ന് ഇടറിയാലും ഞാൻ ഇടറുകയില്ല. സത്യമായും ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് രാത്രി കോഴി കൂവും മുൻപ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞ മഹാപാപി, എന്റെ കർത്താവേ, എന്റെ കോഴിക്കോളം കരതാവിനെ